മോശ കരം നീട്ടിയപ്പോ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. അവിടെ വെളിപ്പെട്ടത് ചെളി നിറഞ്ഞ വഴിയാണെന്നല്ല, ഉണങ്ങിയ നിലം എന്ന് പറഞ്ഞാൽ നിനക്ക് മുമ്പിൽ തുറക്കപ്പെട്ട വഴിയിലൂടെ ആ അടുത്ത ദിവസങ്ങളല്ല, ആ നിമിഷത്തിൽ തന്നെ യാത്ര ചെയ്യത്തക്ക നിലയിൽ അതിനെ ഉണങ്ങിയ നിലമാക്കി തീർക്കാൻ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തിക്ക് കഴിയുമെന്ന് ഇന്നവരെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഇന്നവരെ പരിശുദ്ധാത്മാവിന് ഒരു ദൂത് ഞാൻ പറയാം. വിശ്വാസം അകത്തുണ്ടെങ്കിൽ കരം നീട്ടിക്കോ. നിന്റെ പ്രശ്നം എന്താ, നിന്റെ വിഷയം എന്താ, നിന്റെ തടസ്സം എന്താ? യാത്രയോടുള്ള ബന്ധത്തിലാണോ, ഭാവിയോടുള്ള ബന്ധത്തിലാണോ, തലമുറയോടുള്ള ബന്ധത്തിലാണോ? വിശ്വാസത്തോടെ കരം നീട്ടിപ്പിടിച്ചോ, കരം ഉയർത്തിപ്പിടിച്ചോ. ആ കരത്തിന്റെ മേൽ, ഉയരത്തിലുള്ളവരുടെ കരത്തിന്റെ ശക്തി അതിന്മേൽ സ്പർശിക്കും. ആ സ്പർശനത്താൽ ചിലതൊക്കെ ഉണങ്ങിയ നിലമായി വെളിപ്പെടുമെന്ന് ഇതുവരെ നീ കണ്ടിട്ടുള്ളത് വെള്ളം വലിയുമ്പോ ചേരും ചെറിയുമാ. പക്ഷെ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി നിന്റെ കരത്തിന്റെ മേൽ വന്നാൽ നീ ഇന്നലകളിൽ കാണാത്തത് വ്യത്യസ്തമായ ചിലര് അത്ഭുതം കൂടത്തക്ക നിലയിൽ, അതിശയിക്കത്തക്ക നിലയിൽ ചില വഴികൾ നിനക്ക് മുമ്പിൽ തുറന്നു വരുമെന്ന്, മുൻപോട്ട് യാത്ര ചെയ്യത്തക്ക നിലയിൽ, വേഗത്തിൽ സ്റ്റെപ്പ് വെക്കത്തക്ക നിലയിൽ ചില വഴികൾ തുറന്നു വരുമെന്ന് എത്രയോ വിശ്വസിച്ചോ. ഇന്ന് പല ആത്മാവിന്റെ കാണുന്നു ചില ഉണങ്ങിയ നിലങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യാൻ, ശത്രുവിന്റെ തന്ത്രങ്ങൾക്ക് പിടിവലിക്കാതെ, ശത്രുവിന്റെ വാക്കുകൾക്ക് പിടിവലിക്കാതെ ഉണങ്ങിയ നിലത്തൂടെ യാത്ര ചെയ്യാൻ ഈ അവസരം ചില വഴികൾ ജനക്ക് മുൻപിൽ വേഗത്തിൽ തുറന്നു വരുമെന്ന്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനുഷിക വഴികളൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൂടെ പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൈവം നിനക്ക് മുമ്പിൽ ഒരു വഴി തുറന്ന, ദൈവം ഒരു വഴി തുറന്നാൽ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് വെക്കാൻ കഴിയും. അടുത്ത സെക്കൻഡിൽ മാനുഷികമായി നിനക്ക് മുമ്പിൽ തുറക്കപ്പെട്ട വഴികളിലൂടെ അല്പം കാലതാമസം വരെ മുൻപോട്ട് യാത്ര ചെയ്യാം. പക്ഷെ ദൈവം തുറന്ന വഴിയിലൂടെ യാത്ര ചെയ്യാം. ദൈവം തുറന്ന വഴിയിലൂടെ യാത്ര ചെയ്യാം.